ഹലോ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ഇതൊരു ടെമ്പിൾ ഡേറ്റ് ആണ് കേട്ടോ. ഈവനിങ് ഇവിടെ അടുത്തുള്ള ഒരു അയ്യപ്പ ടെമ്പിളാണ് കേട്ടോ പോയത്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാട്ടോ അമ്പലത്തിൽ പാട്ടെല്ലാം വെച്ച് തുടങ്ങിയത്. ഇത്തവണ നമ്മൾ 2 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ നേരിന് കമ്പനിക്ക് ആളുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയതിനു ശേഷമാണ് കേട്ടോ അമ്പലത്തിൽ വിളക്കെല്ലാം വെച്ച് തുടങ്ങിയത്. ഇത് ഭോപ്പാലിലുള്ള മലയാളീസ് നടത്തുന്ന ടെമ്പിൾ ആണ് കേട്ടോ. ഇവിടെ പൂജ ചെയ്യുന്നതും വഴിപാട് കൗണ്ടറിൽ ഇരിക്കുന്നതും എല്ലാം മലയാളീസ് തന്നെയാണ്. അങ്ങനെ ദീപാരാധനയും കണ്ട് തൊഴുതിറങ്ങുമ്പോഴേക്കും നേരെ ഉരുട്ടി തുടങ്ങിയിരുന്നു. പോകുന്ന ടൈമിൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ തൊഴുത് തിരിച്ചിറങ്ങുമ്പോഴേക്കും മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ സ്വെറ്റർ ഇല്ലാതെ നൈറ്റ് ട്രാവൽ ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നേരിന് ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ നേരെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയെങ്കിലും പെട്ടെന്നൊരു പ്ലാൻ ചേഞ്ച്. അവിടെ നിന്ന് നേരെ വിട്ടത് ഞങ്ങളുടെ ഫേവറേറ്റ് ടീ സ്പോട്ടിലേക്കാണ്. ഞങ്ങൾ എവിടെ കറങ്ങിയാലും ലാസ്റ്റ് ഇവിടെ വന്ന് ചായ കുടിക്കാറുള്ളൂ കേട്ടോ. നോർമലി എപ്പോൾ വരുമ്പോഴും നല്ല ക്രൗഡ് ഉണ്ടാവാറുണ്ട് ഇവിടെ. അതിന്റെ റീസൺ ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങളൊരു 3 years മുൻപ് ജയ്പൂർ പോയപ്പോൾ ഒരു ചായ കുടിച്ചിരുന്നു. ആ ചായയുടെ ടേസ്റ്റ് അതിനുശേഷം എനിക്ക് ഇവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു അടിപൊളി ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ അവിടെ അടുത്തായിട്ടൊരു മേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ കയറിയേക്കാന്ന് ഞങ്ങളും. അങ്ങനെ മേളയ്ക്ക് പോയി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോളുകളെല്ലാം കാലിയായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഫുഡ് കോർട്ടുകൾ മാത്രമായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. നേരുവിന്റെ മെയിൻ ടാർഗറ്റ് തന്നെ അതായതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ എത്തിയതും ഫസ്റ്റ് ആയിട്ട് കണ്ടത് അവളുടെ ഫേവറേറ്റ് സ്വീറ്റ് കോൺ ആണ്. അങ്ങനെ സ്വീറ്റ് കോണിൽ തുടങ്ങി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, സ്പ്രിംഗ് പൊട്ടാറ്റോ, അങ്ങനെ ഓർഡറുകളുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു. ഗ്യാപ്പിൽ ഞാനും ചെറിയ ഗോളൊക്കെ അടിച്ചു കേട്ടോ. ഇതിന്റെ ഇടയിൽ ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്ന ഐസ്ക്രീമിലേക്ക് കൂടി അവളുടെ നോട്ടം പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വിട്ടു.